ഹലോ ഓൾ, ഡോയ്സ് ആർട്ട് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജർമ്മനിയിലോട്ട് വരാൻ തയ്യാറെടുക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനെ കൊണ്ടാണ്. അപ്പോൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാലുടൻ നമ്മൾ ഇവിടെ ചെയ്യേണ്ടുന്ന 3-4 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാനെ കൊണ്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലുമൊക്കെ ജർമ്മനിയിലേക്ക് വരാനിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിനായിട്ട് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ലൈക്ക് ചെയ്യാനെ കൊണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനെ കൊണ്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സിറ്റി രജിസ്ട്രേഷൻ ആണ്. ഇവിടെ അതിനെ സ്റ്റാർട്ട് അൺമെൽഡിംഗ് എന്നാണ് പറയുക. അത് നമ്മൾ ഇവിടെ റാത്ത് ഹൗസിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉടനെ റാത്ത് ഹൗസിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് സിറ്റിയിലാണോ വന്നിരിക്കുന്നത് ആ റാത്ത് ഹൗസിൽ നമ്മളൊരു അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെബ്സൈറ്റിൽ കയറി ഒന്നുകിൽ ഓൺലൈനായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അവർ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് അല്ലെങ്കിൽ അവരുടെ മെയിൽ അഡ്രസ്സിൽ ഒരു മെയിൽ അയച്ച് നോക്കി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാം. അപ്പോൾ ഈ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടു വീക്സ് സമയം പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതായിരിക്കും നമ്മളുടെ ജർമ്മനിയിലെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൂഫ്. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മളൊരു 13 യൂറോയും കൂടെ അവിടെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ താമസിക്കുന്ന സിറ്റിയിലൊക്കെ 13 യൂറോയാണ് അൺമെൽഡിങ്ങിനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ സിറ്റി മാറുന്നതിനനുസരിച്ച് ഈ ഒരു എമൗണ്ടിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഡോക്യുമെന്റ്സ് എല്ലാം ഇതൊക്കെ തന്നെ ആയിരിക്കും. പുതുതായിട്ട് ജർമ്മനിയിലേക്ക് വരുന്ന ഒരാളുടെ കയ്യിൽ ഇത്രയൊക്കെ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ രജിസ്ട്രേഷൻ ചെന്ന് കഴിയുമ്പോൾ അവർ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പേരിൻ്റെ സ്പെല്ലിങ്ങും അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ റാത്ത് ഹൗസിൽ നിന്ന് വരുന്ന എല്ലാ ഡോക്യുമെന്റ്സിലും ഈ ഒരു തെറ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കാനെ കൊണ്ട് നോക്കുക. ഇനിയിപ്പോൾ തെറ്റിപ്പോയി ഒന്ന് തെറ്റിപ്പോയി എന്ന് വെച്ച് പിന്നെ നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് വെച്ചാലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും അവിടെ ഒരു അപ്പോയിൻമെന്റ് എടുക്കുക. അതുപോലെ ഇന്നതുപോലൊക്കെ ഒരു തെറ്റുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു അൺമെൽഡിങ്ങിൻ്റെ പേപ്പറിനകത്തിൽ ആ പേപ്പർ മാറ്റിയിട്ട് നമ്മളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് വേറൊരു സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്ത് തരും. പക്ഷെ ആദ്യത്തേതുപോലെ ആയിരിക്കത്തില്ല. ആദ്യത്തെ ആ വരുന്ന പേപ്പർ എന്ന് പറയുന്നത് അത് ഒരു തവണ മാത്രമേ അവർ ഇഷ്യൂ ചെയ്യുള്ളൂ. മറ്റേത് ഒരു കോപ്പി മാത്രമായിരിക്കും, പക്ഷെ വാലിഡ് ആയിട്ടുള്ള ഒരു കോപ്പി ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ നമ്മളുടെ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പുകളും അതുപോലെ ട്രീറ്റ്മെൻറ്റും മെഡിസിൻസും ഒക്കെ ഈ ഒരു ഇൻഷുറൻസിൽ പോയിക്കോളും. കംപ്ലീറ്റ്ലി അല്ല, അത് ഓരോ ഇൻഷുറൻസ് കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. ജർമ്മനിയിൽ 2 ടൈപ്പായിട്ടാണ് ക്രാങ്കൻ versicherung. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഹെൽത്ത് ഇൻഷുറൻസ്, ഇവിടെ അതിനെ ഗെസറ്റ്liche ക്രാങ്കൻ versicherung എന്ന് പറയും. രണ്ടാമത്തേത് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ്, അതിനെ ഇവിടെ പ്രിവാറ്റ് ക്രാങ്കൻ versicherung എന്നാണ് പറയുക. അപ്പോൾ ഈ രണ്ടിനകത്താണെങ്കിലും ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതിൽ ഞാനൊരു 3-4 ഫേമസ് ആയിട്ടുള്ള കമ്പനീസ് പറയാം. ഒന്ന് ഫസ്റ്റ് ഗെസറ്റ്liche ക്രാങ്കൻ versicherung ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ബാമർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. പിന്നെ TK എന്ന് പറയും, ടെക്നിക്കർ ക്രാങ്കൻ കാസ എന്ന് പറയും. അതുപോലെ ഫേമസ് ആയിട്ടുള്ള DAK ഗെസുൻഡ്ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അപ്പോൾ ഈ ഒരു അതുപോലെ ക്നാപ് ഷാഫ്റ്റ്, ഈ 3-4-5 ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ആണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. അതിൽ പെടുന്ന ഫസ്റ്റ് ഫേമസ് ആയിട്ടുള്ള എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും അലയൻസിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് AXA എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാർമേനിയ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഗൂഗിളിൽ. ജർമ്മനിയിലെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ
നിങ്ങൾക്കൊരു നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ മെഡിസിൻസിനൊക്കെ ആണെങ്കിൽ നല്ല ഒരു പൈസ കൊടുക്കണം. നമുക്കൊരു അസുഖം വന്ന് ഡോക്ടറെ കാണണമെങ്കിൽ ഈ ഒരു ഇൻഷുറൻസ് കാർഡ് ഇല്ലെങ്കിൽ വലിയ പ്രയാസമായിപ്പോവും. അപ്പോൾ ഇത് രണ്ടാമത്തെ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് അവരുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷനിൽ നിയറസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഓഫീസിൽ ഡയറക്റ്റ് ചെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പാസ്പോർട്ട് വേണം, രണ്ടാമത് നമ്മുടെ വിസ വേണം, അതുപോലെ ആർബൈറ്റ് ഫെട്രാഗ് വേണം. ആർബൈറ്റ് ഫെട്രാഗ് എന്ന് പറഞ്ഞാൽ വർക്ക് ജോബ് കോൺട്രാക്റ്റ്. അപ്പോൾ ഇത്രയാണ് അവിടെ സബ്മിറ്റ് ചെയ്യുന്നതായിട്ട് വരിക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടാക്സ് നമ്പർ ആണ്. ടാക്സ് നമ്പറിന് ഇവിടെ സ്റ്റോയർ നമ്പർ എന്നാണ് പറയുക. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് എങ്ങും പോയി രജിസ്റ്റർ ചെയ്യേണ്ട, അപ്ലൈ ചെയ്യേണ്ട. നമ്മളുടെ അൺമൾഡിങ് സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ ഇത് നമ്മളുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റായിട്ട് വരും. ഇവിടെ എല്ലാം പോസ്റ്റായിട്ടാണ് വരിക. ഇവിടെ മെയിൽ അയച്ചിട്ടോ അങ്ങനെയൊന്നും നമ്മളുടെ പേഴ്സണൽ ഡോക്യുമെന്റ്സ് ഒന്നും അയച്ചു തരത്തില്ല. ഇവിടെ എല്ലാം ഡേറ്റ പ്രൊട്ടക്ഷൻ ആണ്. സോ ഇവിടെ എല്ലാം പോസ്റ്റായിട്ട് തന്നെ ആയിരിക്കും വരിക. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഇത് പോസ്റ്റായിട്ട് വന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ റാത്ത് ഹൗസിൽ ഒരു അപ്പോയിൻമെന്റ് എടുത്ത് വീണ്ടും പോവുക ഇതിന് വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 9 യൂറോ പേ ചെയ്യുകയാണെങ്കിൽ അവർ അന്നേരം തന്നെ ഇതിൻ്റെ സ്റ്റോർ നമ്പർ പ്രിന്റ് ചെയ്ത് തരും. ഇതല്ല, പൈസ കൊടുക്കാതെ നമുക്ക് വീണ്ടും ടാക്സ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാർഗം എന്ന് പറയുന്നത് ഫിനാൻസ് ആംഡിൽ പോവുക. ഫിനാൻസ് ആംഡിൽ ചെന്ന് കഴിയുമ്പോൾ അവരൊരു QR കോഡ് ഉള്ള ഒരു പേപ്പർ തരും. ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് വീണ്ടും ടാക്സ് നമ്പറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. അത് നമ്മളുടെ പോസ്റ്റിലോട്ട് അയച്ച് കിട്ടും നമുക്ക്. അപ്പം നാലാമതായിട്ട് നമുക്ക് വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് റെൻ്റൽ ഫെസിഷറിംഗ് നമ്പറാണ്. അപ്പോൾ ഈ ഒരു റെൻ്റൽ ഫെസിഷറിംഗ് നമ്പറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ അൺമൾഡിങ്ങിന് ശേഷം ഈ പറഞ്ഞതുപോലെ ടാക്സ് നമ്പറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ റെൻ്റൽ ഫെസിഷറിംഗ് നമ്പറും നമ്മുടെ പോസ്റ്റിൽ വരേണ്ടതാണ്. ഈ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ നിങ്ങളുടെ ഒരു 4 ആഴ്ച 6 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ റെൻ്റൽ ഫെസിഷറിംഗ് നമ്പർ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻക്വയറി നടത്തണം. നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റെൻ്റൽ ഫെസിഷറിംഗ് നമ്പറൊക്കെ നമ്മൾക്ക് നമ്മുടെ ആർബൈറ്റ് ഗേബറിന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻക്വയറി നടത്തണം. എവിടെയാണ് എൻക്വയറി നടത്തേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻഷുറൻസ് കമ്പനിയിലാണ് അത് ചോദിക്കേണ്ടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഇൻഷുറൻസ് കമ്പനി ബാമർ ആണെങ്കിൽ നമ്മൾ ബാമറിൽ വിളിച്ചിട്ട് ചോദിക്കണം, എൻ്റെ ഇൻഷുറൻസ് നമ്പർ റെൻ്റൽ ഫെസിഷറിംഗ് നമ്പർ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഇൻഫർമേഷൻസ്, നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ ഒന്നും കൂടി ചോദിച്ച് വെരിഫൈ ചെയ്യും. അതിനുശേഷം അവരെന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെന്റ്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യണം. വേണമെങ്കിൽ നമ്മൾക്ക് ബാമറിൻ്റെ നിയറസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ബാമറിന് ആപ്ലിക്കേഷൻ ഉണ്ട്, അതിലൂടെ നമുക്ക് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ഒരു അധിക സമയം എടുക്കത്തില്ല, ഒരു ആഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മളുടെ റെൻ്റൽ ഇൻഷുറൻസ് ഫെസിഷറിംഗ് നമ്പർ നമുക്ക് കിട്ടും. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം എന്നുള്ളതാണ്. നമ്മൾ ജോലിക്ക് വരുന്നവരാണെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിലും ബാങ്ക് അക്കൗണ്ട് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളുടെ ലൊക്കേഷനിൽ അടുത്തുള്ള ബാങ്ക് ഏതാണെന്ന് നോക്കിയിട്ട് അവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനൊക്കെ നോക്കുക. അപ്പോൾ അതിനും വേണ്ടുന്ന റിക്വയർഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പാസ്പോർട്ടും വിസയും, അതുപോലെ അൺമൾഡിങ് ചെയ്തതിൻ്റെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ജോബ് കോൺട്രാക്റ്റും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തുള്ള ഇപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ബാങ്കുകൾ എന്നൊക്കെ പറയുന്നത് പോസ്റ്റ് ബാങ്ക്, ഡോഷെ ബാങ്ക്, അതുപോലെ ഫോക്സ് ബാങ്ക്, സ്പാർക്കാസ്, ഇങ്ങനെയൊക്കെ ഈ ബാങ്ക് ടാർഗോ ബാങ്ക്, അതൊക്കെയാണ് ജർമ്മനിയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബാങ്കുകളൊക്കെ. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങളുടെ ലൊക്കേഷനിൽ അടുത്തുള്ള ഒന്നിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. അടുത്തെന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു ഹൗസ് അറസ്റ്റ് ആണ്. അപ്പം ഇവിടെ എല്ലാവർക്കും ഒരു ഹൗസ് അറസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ നാട്ടിൽ വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കറാങ്ങൻ ഹോസ്പിറ്റലിലോട്ട് പോയി കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ ഹൗസ് അറസ്റ്റ് റെഫർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനെ കൊണ്ട് പറ്റത്തുള്ളൂ.
അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ഹൗസ് ആർട്സ്റ്റ് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മുടെ ഇൻഷുറൻസ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളൊരു ഹൗസ് ആർട്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. പിന്നീട് നിങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും ആദ്യം കാണുന്നത് ഈ ഒരു ഹൗസ് ആർട്സിനെ ആയിരിക്കും. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് കാർഡ് വേണം. അതാണ് അത്യാവശ്യമായിട്ട് ഹൗസ് ആർട്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പം ഒരു ഹൗസ് ആർട്സിനെ കൂടി കണ്ടുപിടിക്കാൻ കൊണ്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ജർമ്മനിയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാൾ അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ പുതുതായിട്ട് ജർമ്മനിയിലേക്ക് വരാനിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് ഡോയ്ച്ച്ലാൻഡ് ഐ സ്റ്റോറീസ്.